നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ടനാണല്ലോ. ഹലോ രഘുവേട്ടാ. എന്താ അമ്മീ കോൾ എടുക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയോ? രഘുവേട്ടൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ മോളെ ഉറക്കുമായിരുന്നു, അതാ കോൾ എടുക്കാൻ താമസിച്ച്. രഘുവേട്ടൻ വീട്ടിലെത്തിയോ? ഏത് വീട്ടില്? ഞാൻ വിളിച്ചിട്ട് അമ്പിളി ഫോൺ എടുക്കുന്നില്ല. അമ്മാവനെ വിളിച്ചിട്ടും അത്ര നല്ല പ്രതികരണമൊന്നുമില്ല. അതുകൊണ്ട് രഘുവേട്ടന് വീട്ടിലേക്ക് പോയിക്കൂടെ? അങ്ങനെ ചോദിച്ചാ പഞ്ചരത്ന എന്റെ വീടല്ലല്ലോ, അമ്പിളിയുടെ വീടല്ലേ ആമി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇപ്പൊ കാണുന്നത് പോലും അമ്പിളിക്ക് വെറുപ്പാ. ബാക്കിയുള്ളവരുടെ ശ്രദ്ധ മുഴുവനും ചീരുവിന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും. അതിനിടയിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് എല്ലാവർക്കും ഒരു ബാധ്യത ഉണ്ടാക്കുന്ന എന്തിനാ? രഘുവേട്ടന് ദാസങ്ങളുടെ വീട്ടിലേക്കോ അനുപമയുടെ വീട്ടിലേക്കോ പോയിക്കൂടെ? അങ്കിളിന്ന് സ്ഥലത്തില്ല. ഞാൻ വരുമെന്ന് അറിയാത്തത് കൊണ്ട് വീടിന്റെ കീയും വെച്ചിട്ടില്ല. പിന്നെ അനുവിന്റെ വീട്ടില് അവളുടെ ഹസ്ബൻഡ് മകനും ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ? അതെന്താ അനുവിന്റെ ഹസ്ബൻഡ് അങ്ങോട്ട് മാറിയത്? ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ വേറെ ആരും ഇല്ലാത്തോണ്ട് ഭാനുമിക്ക് മഞ്ചാടിക്ക് ഒരു കൂട്ടായി ഇന്ദ്രൻ അവിടെ ഒന്ന് നിൽക്കുന്നതാവുന്ന. പക്ഷേ അങ്ങനെയല്ല. അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അപ്പൊ ഞാനും കൂടി അവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും രഘുവേട്ടാ? ഈ രാത്രിയില് രഘുവേട്ടൻ എവിടെ പോയി താമസിക്കും? അറിയില്ല, എന്തെങ്കിലും ചെയ്യണം. രഘുവേട്ടന് പഞ്ചരത്നത്തിലേക്ക് പോയിക്കൂടെ? രഘുവേട്ടൻ അങ്ങോട്ട് ചെന്നാ അവര് കറുത്തമുഖമൊന്നും കാണിക്കില്ലല്ലോ. വേണ്ട അമ്മേ, അമ്മാവനെങ്കിലും എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ പോവാന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതുണ്ടായില്ല. പിന്നെന്തിനാ ഞാൻ അത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകുന്നേ? വലിയ കഷ്ടായി പോയല്ലോ രഘുവേട്ടാ. ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചൂടെ? ആമി, രഘുവേട്ടാ, തങ്കച്ചി മാഡം വിളിക്കുന്നുണ്ട്, ഞാൻ വെക്കട്ടെ. അമ്മി, നീ എന്നെ വിളിക്കോ? എന്തിനാ രഘുവേട്ടാ? ഞാൻ ഫോണിലാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും മാഡം വന്ന് വിളിക്കുന്നത്. രഘുവേട്ടൻ തൽക്കാലം ആമി, അവര് കയറ് പൊട്ടിക്കുന്നുണ്ട്, ഞാൻ വെക്കാണേ. ശരി, ഓക്കെ ഓക്കെ. അമ്പിളി എന്താ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും? ഇനി ഫോണിൽ ആരോടും സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണോ നീ? ഫോൺ ചാർജ് തീർന്നപ്പോ ഓഫ് ആയതായിരിക്കും അച്ഛാ, അല്ലാതെ ഞാനായിട്ട് ഓഫ് ചെയ്തതൊന്നുമല്ല. എങ്കിലത് ചാർജ് ചെയ്ത് വെക്കേ. രഘു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറഞ്ഞത്. എന്നെ വിളിച്ചിരുന്നു. ഓ, അച്ഛനെ വിളിച്ച കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് മതി. എനിക്കിപ്പോ ആരോടും ഫോണിൽ സംസാരിക്കാനുള്ള നേരമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്പിളി? രഘു നീ അറിയാതെ ഒരാളെ സഹായിച്ചു, ആ തെറ്റവൻ തിരുത്താന്ന് സമ്മതിക്കുകയും ചെയ്യും. ഇനി നിനക്ക് അവനോട് ക്ഷമിച്ചുകൂടെ? രഘുവേട്ടൻ ഒരാളെ സഹായിക്കുന്നത് വലിയ തെറ്റൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. രഘുവേട്ടൻ്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നമ്മൾ എന്തിനാ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നേ? ഈ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിലേ അതിൽ തന്നെ പലതും ചികഞ്ഞു നോക്കാൻ തോന്നും. രഘുവേട്ടൻ കോളിലാണോ ഓൺലൈനിലാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് പലപ്പോഴും എനിക്ക് ടെൻഷനായിട്ടുണ്ട്. ഇനി അത്തരം തലവേദനകൾക്കൊന്നും എനിക്ക് വയ്യച്ച. ചേച്ചിയുടെ തീരുമാനം ഒട്ടും ശരിയല്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ വീണ്ടും അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കുക വേണ്ടത്. അല്ലാതെ അമ്പിളി ചേച്ചി രഘുവേട്ടനെ കയറൂരി വിടുന്നതൊക്കെ അപകടമാണ്. ഒരു അപകടത്തിൽ പെട്ടയാള് വീണ്ടും അതേ അപകടത്തിൽ പെടാതിരിക്കാൻ സ്വയം ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. രഘുവേട്ടൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഒരു കുട്ടിയുടെ അച്ഛനാ. ആ ഒരു വിചാരം ഉണ്ടെങ്കിൽ മാത്രം രഘുവേട്ടൻ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള വഴിക്ക് പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനും എന്റെ മോളും ഇവിടെ അച്ഛന്റെ തണലിൽ ജീവിച്ചോളാം.
അച്ഛാ, ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? രഘുവേട്ടനോട് ദിവസം ഇവിടെ വന്നിട്ട് പോകാൻ പറഞ്ഞൂടെ അച്ഛന്? അല്ലെങ്കിൽ രണ്ടാളും അകന്നു പോവേ ഉള്ളൂ. തൽക്കാലം അവനോട് ഉണ്ടായാലും പ്രശ്നമാനു. അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാനാ അമ്പിളി വിളിച്ചത്. അവള് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ പ്രതിഷേധമായിട്ട് നടക്കും. ഒടുവിൽ അവള് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. അമ്പിളിയുടെ കാര്യം അത്രേ ഉള്ളൂ. അച്ഛനങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എന്തായാലും അച്ഛന് അവരുടെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം. അത് ഞാൻ നോക്കിക്കോളാം. അതുപോട്ടെ മോളെ, നീ ഇന്ദ്രനെ തിരിച്ചു വിളിച്ചോ? ആ ആ ഇല്ലച്ചാ, ഞാൻ വിളിച്ചോളാം അച്ഛാ. എപ്പോ? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അത്യാവശ്യമായിട്ട് അവനെ വിളിക്കണമെന്ന്. മോളെ അനു, ഇന്ദ്രൻ വിളിച്ചത് നീ ശ്രദ്ധിച്ചു കാണില്ലെന്നാ ഞാൻ അവനോട് പറഞ്ഞത്. പക്ഷേ അവന്റെ കോളുകൾ നീ കാണാതെ പോകില്ലെന്ന് എനിക്കറിയാം. എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഇന്ദ്രേട്ടനെയും ഹർഷയെയും അമ്പിളി ചേച്ചി അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം അച്ഛനോട് എങ്ങനെ പറയും? അമ്പിളി രഘുവായിട്ട് പിണങ്ങുന്നത് പോലെയല്ല നീ ഇന്ദ്രനുമായി പിണങ്ങുന്നത്. പിന്നെ നീ വെറുതെ സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ ഭർത്താവുമായിട്ട് അകലുന്നവളല്ലാന്ന് എനിക്കറിയാം. ആ അങ്ങനെയൊന്നും ഇല്ലച്ചാ, എനിക്ക് ഇന്ദ്രേട്ടനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ കാര്യത്തില് സ്വയം ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ കോൾ എടുക്കാഞ്ഞത്. അല്ലാതെ ഇന്ദ്രേട്ടന്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം പറയാനാ? അമ്മ ജയിലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഇതെന്തായാലും ഇന്ദ്രേട്ടനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എങ്കിൽ അവൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു. അത് പറയാൻ വേണ്ടി ഇന്ദ്രൻ നിന്നെ വിളിച്ചത്. നീയത് ഇന്ദ്രന്റെ വായിൽ നിന്ന് തന്നെ കേട്ടോട്ടെ എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. സുശീല വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഇന്ദ്രൻ ഇനി ആ വീട്ടിൽ താമസിക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. അവനും ബിച്ചുമോനും ഇപ്പോ നിന്റെ വീട്ടിലാ. നീയും നാളെ തന്നെ അങ്ങോട്ട് പോകണം. നീയില്ലാതെ ഇന്ദ്രനും മോനും മാത്രമായി അവിടെ താമസിക്കുന്നത് ശരിയല്ല. ആ അച്ഛാ, ഞാനിവിടുന്ന് പോയാല് ഇവിടുത്തെ കാര്യങ്ങള് അമ്പിളി ചേച്ചിക്ക് അച്ഛനും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ശബരിയെ വിളിച്ചിരുന്നു. നാളെ ദയെ ഇങ്ങോട്ടേക്ക് അയക്കാൻ ഞാൻ പറഞ്ഞു. രാവിലെ തന്നെ അവരിങ്ങോട്ടെത്തും. അച്ഛാ, അവർ വരുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ല. ഞാൻ രാവിലെ തന്നെ അനുവിനെ ഇവിടുന്ന് ബസ് കയറ്റിത്തരാം. ഇന്ദ്രൻ കടയിൽ പോകുന്നതിന് മുമ്പ് നീ അവിടെ എത്തണം. അച്ഛാ, നാളെ തന്നെ പോണോ? ഇന്ദ്രേട്ടനും മോനും ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലാതെ നിൽക്കുന്നോണ്ട് എന്തേലും പ്രശ്നമുണ്ടോ? ഒരു ദിവസമൊന്നും അല്ലല്ലോ അനു. ഇന്നലെയും ഇന്നും നീ ഇല്ലാതെയാ ഇന്ദ്രനും മോനും കൂടി അവിടെ കഴിയുന്നത്. അതുകൊണ്ട് നാളെ തന്നെ നീ അവിടെ എത്തിയേ പറ്റൂ. ഇത് അച്ഛന്റെ തീരുമാനം.